Good morning, students. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ക്വാളിറ്റീസ് ട്രേറ്റ്സ് ഓഫ് എ സക്സസ്ഫുൾ ഓൺട്രപ്രണർ. അതായത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺട്രപ്രണർ ആകണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടാവണം, ട്രേറ്റ്സ് ദാറ്റ് മീൻസ് ഹാബിറ്റ് ക്വാളിറ്റീസ് ഉണ്ടാവണം. എന്തൊക്കെ ഉണ്ടായാലാണ് വി ബിക്കം എ സക്സസ്ഫുൾ ഓൺട്രപ്രണർ ആകുക എന്നുള്ളത്. First one, self-discipline. The first trait that a successful entrepreneur, നമുക്കൊരു സക്സസ്ഫുൾ ഓൺട്രപ്രണർ ആണെങ്കിൽ സെൽഫ് ഡിസിപ്ലിൻ വേണം. നമുക്കറിയാലോ, നോർമലി നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുള്ളൂ. ദി ഫസ്റ്റ് ട്രേറ്റ് ദാറ്റ് ഓൾ സക്സസ്ഫുൾ ഓൺട്രപ്രണേഴ്സ് മസ്റ്റ് possess is self-discipline. The difference between successful entrepreneurs and failure is that successful entrepreneurs make a habit of doing things that failure do not like to do. അതായത് ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രണറും ഫെയിലിയർ ആയിട്ടുള്ള ഓൺട്രപ്രണറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, successful entrepreneurs they are like to do something different from failure entrepreneurs. അല്ലെ, ഫെയിലിയർ entrepreneurs ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ ആര് ചെയ്യുന്നുണ്ടായിരിക്കും, എ സക്സസ്ഫുൾ ഓൺട്രപ്രണർ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഹി ബിക്കം അൺസക്സസ്ഫുൾ. സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഫോർ സക്സസ് ഇൻ ലൈഫ് ആൻഡ് ബിസിനസ്. അപ്പോൾ നമ്മുടെ ഒരു സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ആണ് എന്തെന്ന്, സെൽഫ് കോൺഫിഡൻസ്, ഡിസിപ്ലിൻ. അല്ലേ, നമുക്കറിയാം, നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും ഓർഡറായിട്ടും അറേഞ്ച് ചെയ്തൊക്കെ പോകുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു ഓർഡർ ഒന്നും ഇല്ലാത്ത ലെവലിലായിരിക്കും പോകുന്നത്. സോ വി വാണ്ട്സ് ടു സെൽഫ് ഡിസിപ്ലിൻ. ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രണർ ആവണമെങ്കിൽ നമുക്ക് നല്ലൊരു ഡിസിപ്ലിൻ ഉണ്ട്. നമുക്കറിയാം, നമ്മൾ നല്ലൊരു സ്റ്റുഡൻ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ കൂടെ അയാൾക്ക് എന്തുണ്ടായിരുന്നു, നല്ല ഡിസിപ്ലിനും കൂടി ഉണ്ടെങ്കിലാണ് അയാൾ എത്ര പഠിക്കുന്ന ആളാണെങ്കിലും അയാളെ നല്ലൊരു സ്റ്റുഡൻ്റ് ആണെന്ന് നമ്മൾ പറയുള്ളൂ. അല്ലേ, അതേ കണക്ക് തന്നെയാണ് ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രണർ ആയിത്തീരണമെങ്കിൽ നമുക്ക് കുറേ ഹാർഡ് വർക്കിങ്ങും അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ ഓർഡറായിട്ട് വളരെ അറേഞ്ച്ഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ വി ബിക്കം സം ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. സോ സെൽഫ് ഡിസിപ്ലിൻ. സെക്കൻഡ് വൺ, മോട്ടിവേഷൻ. നിങ്ങൾക്കറിയാം, ഹാർഡ് വർക്കിംഗ് ബിസിനസ് ഓണേഴ്സ് ആർ ഇൻക്രെഡിബിളി മോട്ടിവേറ്റഡ് ടു സക്സീഡ്. മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അല്ലേ, നമ്മളെങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യണം, എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, വി ബിക്കം എ സക്സസ്ഫുൾ ഓണർ. അപ്പോൾ ഹാർഡ് വർക്കിംഗ് ബിസിനസ് ഓണേഴ്സ് ആർ ഇൻക്രെഡിബിളി മോട്ടിവേറ്റഡ്. അവൾ ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടായിരിക്കും ടു സക്സീഡ്, വിജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ വി ബിക്കം സം മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം, നമുക്കൊരു ഇൻസ്പിരേഷൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കണം. എന്നാലാണ് വി ബിക്കം, എന്നാലാണ് നമ്മളും നമ്മുടെ എംപ്ലോയീസ് ഒക്കെ എന്ത് ചെയ്യുള്ളൂ, ഹാർഡ് വർക്ക് ചെയ്യുകയുള്ളൂ, വി ബിക്കം എ സക്സസ്ഫുൾ ഓൺട്രപ്രണർ ആവുകയും ചെയ്യുള്ളൂ. നെക്സ്റ്റ്, vision. Successful entrepreneurs always keep one eye on the big picture. Here big picture means നമ്മുടെ വിഷൻ. വി ഹാവ് സം വിഷൻ. നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ആ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്തിട്ട്, ആ ഒരു വിഷൻ സെറ്റ് ചെയ്തിട്ട് ആ ഒരു വിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ഐ എപ്പോഴും എവിടെയായിരിക്കണം, ഒരു ബിഗ് പിക്ചറിൽ ആയിരിക്കണം. ദാറ്റ് മീൻസ് നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മളൊരു സെറ്റ് ചെയ്ത ഒരു ഗോൾ ഉണ്ടായിരിക്കണം. ആ ഗോളിന്മേൽ, ആ വിഷനുമേലായിരിക്കണം നമ്മൾ എപ്പോഴും നോക്കുക. എന്നാൽ മാത്രമാണ്, അതായത് ആ വിഷനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ. ആൻഡ് ദിസ് എബിലിറ്റി ക്യാൻ മേക്ക് യു എ ബെറ്റർ എംപ്ലോയി. നമ്മളെ തന്നെ, നമ്മളൊരു ഓൺട്രപ്രണറെ തന്നെ നമ്മൾ എന്താക്കും, നമ്മളെ ഒരു എംപ്ലോയി ആക്കി മാറ്റും. ദാറ്റ് മീൻസ് നമ്മൾ അത്രയും മോട്ടിവേറ്റഡ് ആയിട്ട് അത്രയും വർക്ക് ചെയ്യുന്ന ഉണ്ടായിരിക്കും. വിഷൻ ഈസ് അബൌട്ട് സ്ട്രാറ്റജിക് പ്ലാനിങ്. വിഷൻ ഈസ് അബൌട്ട് സ്ട്രാറ്റജിക് പ്ലാനിങ്. വിഷൻ മീൻസ് ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ്. നിങ്ങൾ മാനേജ്മെന്റിൽ പഠിച്ചാണ് വിഷൻ എന്താണെന്ന്, അല്ലെ, വിഷൻ അല്ലെ, പ്രോഗ്രാംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. അപ്പൊ വിഷൻ, നമ്മളൊരു വിഷൻ സെറ്റ് ചെയ്തിട്ട് ആ വിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഹാർഡ് വർക്ക് ചെയ്യാൻ. ആൻഡ് എബിലിറ്റി ടു മേക്ക് യുവർ ബെറ്റർ എംപ്ലോയി. ദെൻ വി ബിക്കം ആൻ എംപ്ലോയി. നമ്മളൊരു എംപ്ലോയിയുടെ ലെവലിലോട്ട് എത്തുന്നത്. ദാറ്റ് മീൻസ് എന്താണ്, നമുക്ക് എങ്ങനെയും അത് അച്ചീവ് ചെയ്യണം. ഇപ്പം നമ്മൾ 1 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു വിഷനാണ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 1 crore അച്ചീവ് ചെയ്യാൻ അതായിരിക്കണം നമ്മുടെ കണ്ണിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹാർഡ് വർക്ക് ചെയ്യുക. ദാറ്റ് മീൻസ് വി ബിക്കം ആൻ എംപ്ലോയി. ഒരു എംപ്ലോയി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, നമ്മളും ചെയ്യുക. അതായത് നമ്മൾ അത്രയും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും എന്നതുകൊണ്ടാണ് വി ബിക്കം എ ബെറ്റർ എംപ്ലോയി എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്.
ഓക്കെ. ഇപ്പം നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമിന് 100% മാർക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിഷനാണ്. അത് അച്ചീവ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യും? മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. Next, flexibility. Like an entrepreneur, you have to be able to adapt to change and solve problems as they arise. Mawson says, a good team player can shift their priorities to help out whenever the team need to assistance. Then flexibility, like an entrepreneur or entrepreneur, we adapt to changes and solve the problems. നമ്മൾ എപ്പോഴും ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യാനും അതാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനൊക്കെ റെഡി ആയിരിക്കണം. അതായത് ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമ്മൾ എപ്പോഴും ഒരു സ്ട്രേറ്റ് വേയിലല്ല, നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് എപ്പോഴാണോ ചേഞ്ചസ് ആവശ്യം ആ ഒരു സമയത്ത് ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യാനും അത് എന്താണോ നമ്മുടെ പ്രോബ്ലംസ്, എന്താണോ ഫെയിലിയർ, അത് കണ്ടുപിടിക്കാനും അതിന് വേണ്ടിയിട്ട് പുതിയ സ്റ്റെപ്സുകൾ എടുക്കാനും ഒക്കെ എന്താണ് വില്ലിങ് ആണ്. നമ്മൾ ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ ഇതിനൊന്നും റെഡി ആയിരിക്കില്ല. ചിലരെന്താണ് അയാൾക്ക് ഒരു വേ ഉണ്ടായിരിക്കും, അതേ പാത്തിൽ തന്നെയാണ് പോകുള്ളൂ. അപ്പം അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സാംസങ് മൊബൈൽ എന്നുള്ളത്. നിങ്ങൾക്കറിയാം, കുറേ വർഷങ്ങൾക്ക് ബാക്കിലോട്ട് നോക്കുകയായിരുന്നെങ്കിൽ സാംസങ് എന്ന് പറയുന്നത് നല്ലൊരു കമ്പനി ആയിരുന്നു അല്ലേ. നല്ലൊരു കമ്പനിയായിട്ട് ചെറിയ മൊബൈലുകളൊക്കെ വന്ന സമയത്ത്, നമ്മുടെ ടച്ച് ഫോണൊക്കെ വരുന്നതിന് മുമ്പ്. പക്ഷെ അതിനുശേഷം ആ ഒരു കമ്പനി ഇപ്പോൾ എത്തിയിട്ടുണ്ടെങ്കിലും കുറേ വർഷങ്ങൾ എന്തായിരുന്നു, വളരെ ബാക്കിലായിരുന്നു. അതിൻ്റെ കാരണം ആ ഒരു കമ്പനി ഫ്ലെക്സിബിൾ ആയിട്ടില്ല എന്നുള്ളതായിരുന്നു. കാരണം ടച്ച് ഫോൺ വരുന്നുണ്ട്, അതായിരിക്കും ഇനി ഉള്ള ഒരു അറയിൽ നമ്മുടെ ഈ ഒരു എക്കണോമിയിൽ ഉണ്ടാവുക എന്ന് അവരുടെ തന്നെ ഒരു എംപ്ലോയി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അവരത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തു, ഫെയിലിയർ ആയത്. കാരണം ബാക്കിയുള്ള പുതിയ കമ്പനീസ് വരികയും ടച്ച് ഫോണുകൾ വരികയും അതുപോലെ മോർ എന്താ പറയുക ഫെസിലിറ്റീസ് ഉള്ള ഫോണുകൾ വരികയൊക്കെ ചെയ്തു. പക്ഷെ അവിടെ അവർ ഫ്ലെക്സിബിൾ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു, അവർ അന്ന് 110 പോലത്തെ ചെറിയ ചെറിയ ഫോണുകൾ ഉണ്ടാക്കിയിരുന്ന സമയത്ത് എന്ത് ചെയ്യായിരുന്നു, പുതിയ ഫോണിലോട്ടും പുതിയ ടെക്നോളജിയിലോട്ടും മാറണമായിരുന്നു. അങ്ങനെ മാറാത്തത് കൊണ്ടായിരുന്നു ആ ഒരു കമ്പനിക്ക് കുറേ വർഷങ്ങളായിട്ട് എന്താ പറയുന്നത് വളരെ ബാക്കിലായിരുന്നു. ഇപ്പം ബൂസ്റ്റ് ചെയ്ത് വരുന്നുള്ളൂ. അപ്പം അതാണ് ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമ്മളൊരു ഓൺട്രപ്രണർ ആണെങ്കിൽ എല്ലാ ചേഞ്ചസ് എന്താണോ അത് അഡാപ്റ്റ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് വൺ, creativity. A creativeness is the work of one that is the skillful and imaginative use of something to produce. It is the ability to invent or discover thinking of absolutely new phenomena. But creativeness is the work of and that is skillful. അതായത് നമുക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം, ക്രിയേറ്റീവ് ആയിരിക്കണം. എന്നാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, നമ്മൾ we have some ability to invent or discover something new and new to the our economy. നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമുക്കറിയാം. നമ്മളൊരു ക്രിയേറ്റീവ് ആയിട്ടാണ് നമുക്കറിയാം, നമ്മളൊരു വർക്കിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും പറയാറുണ്ട് അത് ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കാണ്, ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട് ആ വർക്ക് എന്നല്ലേ. അപ്പോൾ അവിടെ സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ അതാണ് നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് വരുന്നത്. സംതിങ് ന്യൂ ആയിട്ട് ഡിസ്കവർ ചെയ്ത് എബിലിറ്റി ടു ഇൻവെന്റ് സംതിങ് ന്യൂ ആയിട്ട് കണ്ടുപിടിക്കാനുള്ള, അതാണ് നമ്മൾ ക്രിയേറ്റിവിറ്റി. അതും ആർക്കുണ്ടായിരിക്കും, ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രണർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി, ക്രിയേറ്റിവിറ്റി ഇത് രണ്ടും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, open-minded. An entrepreneur believes that every event and situation is a business opportunity. Ideas are constantly being generated about workflow of an efficiency, people skill and potential new business. അപ്പോൾ entrepreneurs realize that every event and situation is a business. നമ്മുടെ മുന്നിലുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഒരു ബിസിനസ് ആണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് അത്രയും ഒരു ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം. നമ്മൾ ഒരു ക്ലോസ്ഡ് മൈൻഡഡ് ആയിട്ടിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ചുറ്റുമുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഓപ്പൺ മൈൻഡ് ആയിരിക്കണം അല്ലേ. നമുക്കറിയാം ചിലർ ക്ലോസ്ഡ് മൈൻഡ് ആയിരിക്കും, മറ്റുള്ളവരോട് അധികം സംസാരിക്കുകയൊന്നും ചെയ്യുന്നുണ്ട്, അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താനുള്ള ചാൻസ് കുറവായിരിക്കും. നമ്മൾ കിട്ടുന്ന ഓരോ അവസരവും ഉപയോഗിക്കുന്ന പേഴ്സൺസ് ഉണ്ടായിരിക്കും. ചിലർ ആരെ കണ്ടാലും വർത്താനം പറയും, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്താണ് കുറേ നോളജും കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് ഓരോ ഓൺട്രപ്രണർ എന്ന് പറയുന്നത് ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം. then he become a successful in their business. Ideas are constantly being generated
workflow and efficiency, people skill and potential new business. അപ്പോൾ നമുക്ക് പുതിയ പുതിയ ബിസിനസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണേ we want to some new ideas. That new ideas to we have some open minded person ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് കൂടുതൽ ഐഡിയാസ് ജനറേറ്റ് ചെയ്യാനും നമ്മുടെ മുന്നിലുള്ള ഓരോ ഓപ്പർച്യൂണിറ്റിയും ബിസിനസ് ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണം. Then we become an successful entrepreneur. Next, self starter. An entrepreneur, he is a self starter ആയിരിക്കും. Then there is no motivation from others. നമ്മളെ മറ്റുള്ളവർ ബൂസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടായിരിക്കില്ല പോവേണ്ടത്. We become self starter ആയിരിക്കണം. All entrepreneurs know that it's something need to be done. They should start it themselves. നമുക്ക് സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം നമ്മളെ ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ട് പോയാൽ എന്താണ്, കുറച്ച് ദൂരമാണ് പോകുന്നത്. അത് കഴിയുമ്പോൾ ആ ഫോഴ്സ് നിൽക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മളും സ്ലോ ആകും. അപ്പം നമുക്കൊരു ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക, നമുക്ക് സ്വന്തമായിട്ടൊരു ഫോഴ്സ് ഉണ്ടായിരിക്കും, ഒരു സെൽഫ് സ്റ്റാർട്ടർ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് ഹി ബിക്കം ആനുള്ളത്. സ്റ്റാർട്ട് ദി പാരാമീറ്റേഴ്സ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ദി പ്രോജക്റ്റ് ഫ്ലോ ദാറ്റ് പാത്ത്. അതായത് ആ പ്രോജക്റ്റ്, നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോജക്റ്റ് പോകുന്ന പാത്ത് കറക്റ്റ് ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. സെൽഫ് സ്റ്റാർട്ടർ ആൻഡ് entrepreneur know that if something need to be done, they should start it themselves. സ്വയം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഓപ്പൺ മൈൻഡഡ്, സെൽഫ്. നെക്സ്റ്റ് വൺ, പാഷൻ. പാഷൻ നമുക്കറിയാലോ, പാഷൻ ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രേറ്റ് ഫോർ ദി സക്സസ്ഫുൾ. ദേ ജെന്യുവിൻലി ലവ് ദെയർ വർക്ക്. നമ്മൾ സ്വന്തമായിട്ട് ജെന്യുവിനായിട്ട് നമ്മുടെ വർക്കിന് പാഷൻ ആയിരിക്കണം. നമ്മുടെ വർക്ക്, നമ്മൾ ഏത് വർക്ക് ചെയ്യുകയാണെങ്കിലും അത് നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മുടെ പാഷനാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അവിടെ പിടിച്ചു നിൽക്കും. അല്ല നമുക്ക് തീരെ താല്പര്യം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഇട്ടിട്ട് പോകും. സോ ജെന്യുവിൻലി ലവ് ദെയർ വർക്ക്. നമ്മൾ നമ്മുടെ വർക്കിനെ സ്നേഹിക്കണം. ദാറ്റ് മീൻസ് എന്താണ്, നമ്മൾ ഇത്രത്തോളം ഇഷ്ടപ്പെടണം, പാഷൻ ഉണ്ടായിരിക്കണം. Okay, next, hard working. Hard working is the quality of a industrialist. Hard working എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. Entrepreneurs are hard working and energetic person ആയിരിക്കും. They are immensely involved in the work. Entrepreneurs എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കിംഗ് ആയിരിക്കും, സ്വന്തമായിട്ട് എന്ത് ചെയ്യും, ഇമ്മൻസ്ലി ഇൻവോൾവ്ഡ് ഇൻ ദി വർക്ക്. വർക്കിൽ എപ്പോഴും ഇൻവോൾവ്ഡ് ആയിട്ട് പോകുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. ദാറ്റ്സ് എ ഹാർഡ് വർക്കിംഗ്. റിസ്ക് ടേക്കിംഗ് എബിലിറ്റി. നമുക്കറിയാം ഓൺട്രപ്രണേഴ്സ് ആർ റിസ്ക് ടേക്കേഴ്സ്. റിസ്ക് എടുക്കുന്നവരാണ്. ദേ ആർ ദെയർ വെഞ്ചർ ഇൻ ആൻ അൺസർട്ടൺ ഇൻ. നമുക്ക് ഉറപ്പില്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അൺസേർട്ടൺ ആണ്, നമുക്ക് ഉറപ്പില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അൺസേർട്ടൺ ഇവന്റിന്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെ. എവരി ഫ്യൂച്ചർ കോഴ്സ് കണ്ടന്റ് ഈസ് അൺസേർട്ടൺ ആണ്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഒരു അൺസേർട്ടൺ ഇവന്റിന്റെ പുറത്താണ് എന്ത് ചെയ്യുന്നത്, ബിസിനസ് ചെയ്യുന്നത്. സോ വി ആർ റിസ്ക് ടേക്കിംഗ് എബിലിറ്റി. അപ്പൊ നമ്മൾ റിസ്ക് എടുക്കാൻ റെഡി ആണെങ്കിൽ മാത്രമാണ് വി ബിക്കം എ സക്സസ്ഫുൾ ഓൺട്രപ്രണർ ആവുള്ളൂ. അപ്പൊ പാഷൻ, ഹാർഡ് വർക്കിംഗ്, റിസ്ക് ടേക്കിംഗ്. നെക്സ്റ്റ് വൺ, innovative. And innovativeness is the quality of adapting, discovering new something. ആ ഒരു അഡാപ്റ്റിവിറ്റി, ഡിസ്കവറിങ് ന്യൂ എബിലിറ്റി, അതാണ് ഇന്നോവേറ്റീവ്നെസ് എന്ന് പറയുന്നത്. വിത്ത് ദി ഓൾഡ് പ്രോഡക്റ്റ് ഓർ എ പ്രോസസ് ഓർ സിസ്റ്റം, ഓൺട്രപ്രണർ ഈസ് ആൻ ഇന്നോവേറ്റർ. ഓരോ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞ ഒരു ഇന്നോവേറ്റർ ആയിരിക്കണം. സക്സസ്ഫുൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, പുതിയ പുതിയ ഉള്ള ബിസിനസ് തന്നെ കുറേ സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇന്നോവേറ്റീവ് ആയിട്ട് നമ്മൾ പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ബിസിനസ് ചെയ്താൽ മാത്രമേ നമ്മൾ സക്സസ്ഫുൾ ആവുള്ളൂ. നെക്സ്റ്റ്, നോളജ്. നോളജ് ഈസ് ദി ഫാക്ട്, ഇൻഫർമേഷൻ, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സ്കിൽ ദാറ്റ് എ പേഴ്സൺ ഹാസ് അക്വയർഡ് ത്രൂ എക്സ്പീരിയൻസ് ഓർ എഡ്യൂക്കേഷൻ. ദെൻ ഒരു ഓൺട്രപ്രണർ ആണ്, അയാൾക്ക് നല്ലൊരു നോളജ് ഉണ്ടായിരിക്കും. ഫാക്ട്, വസ്തുത, ഇൻഫർമേഷൻ, അണ്ടർസ്റ്റാൻഡിങ്, സ്കിൽ ദാറ്റ് പേഴ്സൺ ഹാഡ് അക്വയർഡ് ത്രൂ. നമുക്ക് എക്സ്പീരിയൻസിൽ കൂടെ എഡ്യൂക്കേഷനിൽ കൂടെയൊക്കെ നേടിയ കുറച്ച് നോളജ് ഉണ്ടായിരിക്കും. അതിൽ കൂടിയാണ് നമുക്ക് എന്ത് പറയുന്നത്, അതിൽ കൂടെ എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷനുകളിൽ നമ്മൾ കുറച്ച് വസ്തുതകളും ഇൻഫർമേഷനും അണ്ടർസ്റ്റാൻഡിങ്ങും സ്കില്ലൊക്കെ അക്വയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള സ്കില്ലും എബിലിറ്റീസും ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ അതൊരു നോളജ് ആണ്. അത് വെച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, സക്സസ്ഫുൾ ആകാൻ, അല്ലെ. സക്സസ്ഫുൾ ആണെങ്കിൽ നമുക്ക് കുറച്ച് ഐഡിയാസ് ഒക്കെ വേണം. ദാറ്റ്സ് ഇറ്റ്. ദെൻ ഇനീഷ്യേറ്റീവ്. Initiative is the initiative capacity and imagination to do something in new approach or what need to be done together with the courage and willingness to do it, especially without the others help. അല്ലെ, ഇനീഷ്യേറ്റീവ് ആയിരിക്കണം. നമുക്ക് സ്വന്തമായിട്ട് അങ്ങ് തുടങ്ങാനുള്ള ഒരു ഇനീഷ്യേറ്റീവ്നെസ് ഉണ്ടായിരുന്നു, അല്ലെ. സെൽഫ് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മീനിങ് തന്നെയാണ് ഇനീഷ്യേറ്റീവ്. നമുക്കൊരു കപ്പാസിറ്റി, ഇമാജിനേഷൻ ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, സ്വയം ഒരു സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അല്ലെ ഇനീഷ്യേറ്റീവ്
ഇനീഷ്യേറ്റീവ്നെസ് ഉണ്ടായിരിക്കും അല്ലെ. നമ്മൾ പറയും ചില ഇനീഷ്യേറ്റീവാണ്, അവന് ഭയങ്കര ഇനീഷ്യേറ്റീവാണ്, അതെന്താണ് ഒക്കെ തുടങ്ങാനൊക്കെ ഒരു മടിയില്ലാണ്ട് ചെയ്യാനുള്ള, അതാണ് ഇനീഷ്യേറ്റീവ്നെസ് എന്നുകൊണ്ട് മീൻ ചെയ്തത്. അപ്പോൾ ഇന്നോവേറ്റീവ്, നോളജ്, ഇനീഷ്യേറ്റീവ്നെസ്. നെക്സ്റ്റ് വൺ ഒപ്റ്റിമിസം. ഒപ്റ്റിമിസം ഈസ് എ ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ ഓർ ഇനീഷ്യേറ്റീവ് അല്ലെ. നമുക്കൊരു വിശ്വാസം ഉണ്ട്. ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ വിശ്വാസം, ശുഭവിശ്വാസം മലയാളത്തിൽ പറയുകയാണെ. ഒപ്റ്റിമിസം ഈസ് എ ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ, എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിങ് എന്ന് പറയുന്നതാണ് നമുക്കൊരു വിശ്വാസം അല്ലെ. നമുക്കറിയാം നമുക്ക് എന്തെങ്കിലും ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് പോകുള്ളൂ അല്ലെ. ഇപ്പോൾ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ബിസിനസ് സക്സസ് ആവും എന്നുള്ള ഒരു വിശ്വാസം വേണം, അല്ലെങ്കിൽ നമ്മൾ വേണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കുക. ഒപ്റ്റിമിസം ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഹോപ്പ് ആൻഡ് ആസ്പിരേഷൻ ദാറ്റ് പീപ്പിൾ റെസ്റ്റ് ഓൺ സെൽഫ് വർക്ക് ടു ഇൻ ദി ഫ്യൂച്ചർ. നമുക്ക് മുന്നോട്ട് സ്വന്തമായിട്ട് വാക്ക് ചെയ്യാനുള്ള ഒരു ഫോഴ്സാണ്, ആസ്പിരേഷൻ, ഒരു മോട്ടിവേഷനാണ് എന്തെന്ന് പറയുന്നത് ഒപ്റ്റിമിസം എന്നത്. അപ്പോൾ നമ്മുടെ ഒപ്റ്റിമിസം, നമ്മുടെ വിശ്വാസമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്കറിയാം നിങ്ങൾ ബികോമിന് ചേരുമ്പോൾ BBAക്ക് ചേരുമ്പോൾ സക്സസ് ആവും അല്ലെങ്കിൽ എങ്ങനെയാലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക അല്ലെ. ഓരോ വിശ്വാസം ഉണ്ടാവണം, എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ കംപ്ലീറ്റ് ചെയ്യുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് വൺ ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് ഈസ് ദി പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് ആൻഡ് ഡയറക്റ്റിംഗ് ദി task related activities of a group members. It is the art of influencing people so that they strive willingly toward the achievement of a group goal. Leadership എന്ന് പറയുന്ന process of influencing and directing the task related activities of a group members. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഇൻഫ്ലുവൻസിങ് ദി അതേഴ്സ് ആൻഡ് ഡയറക്റ്റിംഗ് ദി ടാസ്ക് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഓഫ് എ ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഇറ്റ് ഈസ് ദി ആർട്ട് ഓഫ് ഇൻഫ്ലുവൻസിങ് പീപ്പിൾ സോ ദാറ്റ് ദേ സ്ട്രൈവ് വില്ലിംഗ്നെസ് ടുവാർഡ് ദി അച്ചീവ്മെന്റ് ഓഫ് എ ഗ്രൂപ്പ് ഗോൾസ്. അപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ്, നിങ്ങൾ ലീഡർഷിപ്പ് പഠിച്ചതാണ്, ഇൻഫ്ലുവൻസ് ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനും അല്ലെ ഒക്കെയുള്ള ഒരു കപ്പാസിറ്റി. അപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ ഓണർ എന്ന് പറയുന്നത് അല്ലെ ഓണ്ടർപ്രണർ എന്ന് പറയുന്ന പേഴ്സൺ എന്തുണ്ടായിരിക്കും, മറ്റുള്ളവരെ വർക്കേഴ്സിനെ അല്ലെ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാൻ മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാനുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സിന് കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇറ്റ്സ് ആർട്ട് ഓഫ് ഇൻഫ്ലുവൻസിങ് പീപ്പിൾ സോ ദാറ്റ് സ്ട്രൈവ് വില്ലിംഗ്നെസ് ടു അച്ചീവ്മെന്റ് ഓഫ് എ ഗ്രൂപ്പ് ഗോൾ. നമുക്കറിയാം ഗ്രൂപ്പ് ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ലീഡർഷിപ്പ് കപ്പാസിറ്റി വേണം, എന്നാൽ മാത്രമേ ആ ഗ്രൂപ്പിനെ കൊണ്ട് വർക്ക് ചെയ്യിച്ചിട്ട് നമ്മുടെ ഗോളിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. സോ ലീഡർഷിപ്പ്. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലെ. കമ്മ്യൂണിക്കേഷൻ സ്കിൽ നിങ്ങൾക്ക് അറിയാം അല്ലെ. വി ഹാവ് സം കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് അതേഴ്സ് അല്ലെ, മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സ്കില്ല് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 15ഓളം പോയിന്റ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനിയും ഇതിൻ്റെ കൂടെ വേറെ പോയിന്റ്സ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതി ആഡ് ചെയ്യാം. ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ നിങ്ങളുടേതായ രീതിയിലും ആഡ് ചെയ്ത് എഴുതിയാൽ മതി. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പോയിന്റ്സ് മാത്രം ഓർത്തിരിക്കും. ഓക്കെ, ബൈ.